ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 യൂണിറ്റുകളാണ്. ഒന്ന് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, പിന്നെ ഇക്കണോമിക്സ് ആയിട്ട് കാര്യമായിട്ട് ഒരു ബന്ധമൊന്നുമില്ലാത്ത കോമൺ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മൊഡ്യൂൾ ഉണ്ട്, ദാറ്റ് ഈസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. 3 തിയറീസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, രണ്ടാമത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഒന്നും കൂടെ ഹയർ ആയിട്ടുള്ള ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ട് എക്സർ ഓക്ലിൻ തിയറം എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അതായത് ഡേവിഡ് റിക്കാർഡോ ആണ് യഥാർത്ഥത്തിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി മുന്നോട്ട് വെച്ചെങ്കിലും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനോട് കൂടി വേറെ ഒരു തിയറി കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എക്സർ ഓക്ലിൻ, അത് 2 ഇക്കോണമിസ്റ്റിന്റെ പേരാണ്. അതുകൊണ്ടാണ് അതിനറിയപ്പെടുന്നത് HO തിയറി എന്ന് പറയും, അക്സർ അല്ലെങ്കിൽ എക്സർ ഓക്ലിൻ തിയറി എന്ന് പറയും. സോ ലെറ്റ് us ഇപ്പൊ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അതായത് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്, ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു രാജ്യത്തിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്ക് നിത്യോപയോഗ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നിത്യോപയോഗ സാധനങ്ങൾ വേണം. ഇതെല്ലാം ഒരാളെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. അതേപോലെ തന്നെ രാജ്യത്തിന് ധാരാളം വിഭവങ്ങളുണ്ട്, ധാരാളം വസ്തുക്കൾ വേണം. ഇതെല്ലാം ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഉൽപ്പാദിപ്പിച്ചെടുക്കാം, പക്ഷേ അത് വളരെ ചെലവേറിയ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്റർനാഷണൽ ട്രേഡ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം one nation will trade with the another only if there are differences in cost of production, say X and Y, in the trading partners A and B. So classical economist Adam Smith പറയുന്നതാണ് one nation will trade. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടണമെങ്കിൽ ഈ 2 രാജ്യങ്ങൾക്കും എന്തെങ്കിലും മെച്ചം കിട്ടണം. ഇഫ് എ കുഡ് മേക്ക് എക്സ് സെറ്റിൽ ഓവർ, അപ്പൊ ഏതെങ്കിലും എ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എക്സ് എന്നൊരു സാധനം വില കുറച്ച് രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ, എ എന്നൊരു വ്യക്തി എക്സ് എന്നൊരു സാധനം അവർക്ക് അദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിക്കാൻ, ചെലവ് കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം ആ വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. എല്ലാ വസ്തുക്കളും ചെലവ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പൊ ഏറ്റവും ചെലവ് കുറഞ്ഞ വസ്തു ഏതാണോ അത് അവർ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിൽ ചെലവ് കുറഞ്ഞ വസ്തു അവർ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ഈ 2 രാജ്യം എയും ബിയും തമ്മിൽ അത് എക്സ്ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അത് കൈമാറ്റം നടത്തുകയും ചെയ്യും. അപ്പൊ 2 രാജ്യത്തിനും ഗുണമാണ്. കഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ചു വെച്ച് നമ്മൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് അടുത്ത രാജ്യത്ത് ചിലപ്പോൾ അത് വളരെ സുലഭമായിരിക്കും. അപ്പൊ നമ്മുടെ രാജ്യത്തിന് അത് വേറെ ഏതെങ്കിലും വസ്തു സുലഭമായിരിക്കും. അപ്പൊ നമ്മുടെ രാജ്യത്തിലുണ്ടാകുന്ന സുലഭം മറ്റു രാജ്യത്തിലുണ്ടാകുന്ന സുലഭമായിട്ടുള്ള ഗുഡ്സ് തമ്മിൽ കൈമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടില്ല, 2 രാജ്യത്തിനും അതുകൊണ്ട് ഗുണമായിരിക്കുകയും ചെയ്യും. അപ്പൊ എക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് എക്സ്പോർട്ട് ചെയ്ത് ബിക്ക് കൊടുക്കുകയും ബിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ സാധനം ഉൽപ്പാദിപ്പിക്കുകയും അത് എക്സ്പോർട്ട് ചെയ്ത് എക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ 2 പേർക്കും അതുകൊണ്ട് ലാഭമാണ്. സോ തിയറി ഓഫ് മെർക്കന്റിലിസം ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തിയറി ഓഫ് മെർക്കന്റിലിസം എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് കൺട്രി ഷുഡ് എൻകറേജ് എക്സ്പോർട്സ് ആൻഡ് ഡിസ്കറേജ് ഇമ്പോർട്ട്സ്. ഇതാണ് മെർക്കന്റിൽ ഫ്രീ ട്രേഡ് മെർക്കന്റിലിസം. ലെസ്സർ ഫെയർ അതിന് പറഞ്ഞത് let it be. Laissez-faire means let it be. Appo the tendency to export more and import less and to receive gold in exchange is called mercantilism. അപ്പൊ ഗോൾഡ് എന്താണ്? ഇന്ന് നമ്മൾ രൂപ ഉപയോഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ അമേരിക്കക്കാര് ഡോളർ ഉപയോഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ UK-കാര് യൂറോപ്പുകാര് പൗണ്ട് ഉപയോഗിക്കുന്നത് പോലെ അന്ന് ലോകത്തിൽ ഉണ്ടായ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് കൈമാറ്റത്തിന് ഉപയോഗിച്ചത് ഗോൾഡാണ്, ഗോൾഡ് കോയിൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പരമാവധി ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾ മറ്റു രാജ്യത്തിലേക്ക് കയറ്റിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഗോൾഡ് കിട്ടും. പരമാവധി ശേഖരിക്കുക. ഇൻ എക്സ്ചേഞ്ച് ഈസ് കോൾഡ് മെർക്കന്റിലിസം. ദോ നാഷണൽ വെൽത്ത് ആൻഡ് പവർ വെയർ ബെസ്റ്റ് സേർവ്ഡ് ബൈ ഇൻക്രീസിങ് എക്സ്പോർട്സ്. ഇത് തന്നെ പറയുന്നത് ഒരു രാജ്യത്തിന്റെ ദേശീയപരമായിട്ടുള്ള സ്വത്തും അതുപോലെ തന്നെ അധികാരവും
ഇത് ഏറ്റവും കൂടുതലായിട്ട് അത് ബെസ്റ്റ് സെർവ് ചെയ്യുന്നത് എന്തിനു കൂടിയാണ്? എക്സ്പോർട്ട് കൂടുതൽ എക്സ്പോർട്ടും കുറവ് ഇമ്പോർട്ടും. The theory states that the government should play a vital role in regulating the economy. അപ്പോൾ ഇക്കോണമിയെ റെഗുലേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ കൺസ്യൂം ചെയ്ത് തീർക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് മറ്റു രാജ്യത്തിലേക്ക് നമ്മൾ കയറ്റി അടക്കണം. ഒരു കയറ്റുമതിക്ക് ചിലപ്പോൾ കുറച്ച് പ്രിഫറൻസ് കൊടുക്കേണ്ട, മുൻഗണന കൊടുക്കേണ്ടവർക്കും. പറഞ്ഞു മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു രാജ്യത്ത് നിന്ന് നമ്മൾ ഞാൻ പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 80% ഓയിൽ റിക്വയർമെന്റ്സ് നമ്മൾ മറ്റു രാജ്യങ്ങൾ ആശ്രയിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കയറ്റുമതി ഇല്ലെങ്കിൽ നമുക്ക് ഇറക്കുമതിക്ക് നമുക്ക് പണം അവർക്ക് ഫണ്ട് കൊടുക്കേണ്ടി വരും. വിദേശ നാണയം കൊടുക്കേണ്ടി വരും ഒന്ന്, അതില്ലെങ്കിൽ ഗോൾഡ് കൊടുക്കേണ്ടി വരും. കാരണം എല്ലാ രാജ്യത്തിനും വിദേശ നാണയം ശേഖരണം അത്യാവശ്യമാണ്. കാരണം ഒരു ക്രൈസിസ് വന്ന്, ഒരു യുദ്ധം വന്ന് നമുക്ക് അവര് പറയും ഞങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യൻ രൂപയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഡോളർ വേണം അല്ലെങ്കിൽ ഗോൾഡ് വേണം. ഇതിനെക്കുറിച്ചൊക്കെ കുറെ ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് കുറെ സമയം പോകും. ഇനി അബ്സല്യൂട്ട് ആദ്യത്തെ തിയറിയാണ് ആഡം സ്മിത്ത്. അദ്ദേഹം 1776 അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ദ മാഗ്നം ഓപ്പസ്. ലാറ്റിൻ വേർഡാണ്. ഗ്രേറ്റസ്റ്റ് വർക്ക് ദ വെൽത്ത് ഓഫ് നേഷൻസ്. അദ്ദേഹം പറയുന്നത് the country should specialize in those products in which it can produce efficiently and measured in terms of absolute labor cost. കാരണം അന്ന് 1976 ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 ഉൽപാദന ഘടകങ്ങളുണ്ട്. പക്ഷെ അന്ന് ആകെ ഒരു ഉൽപാദന ഘടകം മാത്രമേ അവർ അംഗീകരിച്ചിട്ടുള്ളൂ. ദാറ്റ് ഈസ് ലേബർ, തൊഴിൽ. കാരണം ലാൻഡ് ഫ്രീ ഗിഫ്റ്റ് ഓഫ് പ്രകൃതിയുടെ വരദാനമാണ്. മനസ്സിലായോ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് സേവിങ്സ് ആണ്. ഇന്ന് നമുക്ക് കിട്ടുന്ന മിച്ച വരുമാനത്തിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ ഉപഭോഗം നടത്താതെ കുറച്ച് പൈസ നീക്കി വെക്കുന്നു. അതിനെ പറയുന്നത് സേവിങ്സ് എന്ന് പറഞ്ഞു. ആ സേവിങ്സ് നമ്മൾ കൊണ്ട് കുറച്ച് ചിന്ന ഭിന്നമായിട്ട് സേവിങ്സ് നമ്മുടെ ബാങ്കിലോ മറ്റേതെങ്കിലും ഇതര സ്ഥാപനങ്ങളിലോ കൊണ്ട് നമ്മൾ നിക്ഷേപം നടത്തുന്നു. അപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അതിന് മൊബിലൈസേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. എൻ്റെ ബാങ്ക് ആവശ്യമുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസസിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അന്ന് ലേബർ മാത്രമേ ഒരു പ്രധാനപ്പെട്ട ഉൽപാദന ഘടകമായിട്ട് അവർ കണക്കാക്കിയുള്ളൂ. അത് കാരണം എന്ത് ഉൽപ്പാദിപ്പിച്ചാലും അതിന്റെ ലേബറിന് എന്താണ് കൂലി കൊടുക്കുന്നത് അതനുസരിച്ചാണ് അതിന്റെ വില നിശ്ചയിച്ചിരുന്നത്. The theory assumes that there is only one factor. പറഞ്ഞു the prices of goods were regarded as the value of labor embedded in it. അപ്പൊ ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് നമ്മൾ 50 രൂപ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിന് മിനിമം 50 രൂപയെങ്കിലും കിട്ടണം. 60 രൂപ കിട്ടിയാൽ 50 രൂപ കൂലിയും പോയിട്ട് ബാക്കി 10 രൂപ അതിന്റെ ഉടമസ്ഥന് ലാഭം കിട്ടുകയും ചെയ്യും. ഇതാണ് കാരണം ലേബർ മാത്രമേ ഒന്നായിട്ട് കണക്കാക്കിയുള്ളൂ. Now, if a country can supply us with commodity cheaper, പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറയണേ. മനസ്സിലായോ? ഇന്ത്യക്ക് കുറച്ച് ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത നെയ്ബർ പാകിസ്ഥാനിൽ നിന്നോ ഭൂട്ടാനിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മൾ അത് മേടിക്കുക. എന്നിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെലവേറിയ സാധനങ്ങളായിട്ട് ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ വളരെ ചെലവേറിയ ഒരു പ്രോസസ് ആയിരിക്കും. അത് കാരണം അതൊന്നും ഉൽപ്പാദിപ്പിക്കണ്ട. നിങ്ങൾക്ക് മെച്ചമുള്ള സാധനം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, മറ്റ് രാജ്യങ്ങളിലെ മെച്ചമുള്ള സാധനങ്ങളായിട്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക. 2 രാജ്യത്തിനും അതുകൊണ്ട് ഗുണം ചെയ്യുകയും ചെയ്യും. ആഡം സ്മിത്ത് പറയുന്നത് both the nations can gain by each specializing in the production of a commodity of its absolute advantage. അപ്പൊ അബ്സല്യൂട്ട് മൊത്തത്തിലുള്ള നേട്ടമുണ്ടാകുന്ന ഒരു കമോഡിറ്റി ആണെങ്കിൽ അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട് വിത്ത് അതർ നേഷൻസ്. എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണം. ഇപ്പൊ അഗ്രികൾച്ചർ, നെല്ല്, അരി ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ നമുക്ക് എക്സ്പോർട്ട് വേണം, ഫോറിൻ എക്സ്ചേഞ്ച് വേണം, ഗോൾഡ് വേണം എന്നൊക്കെ പറഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ മറ്റു രാജ്യത്തിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സാധനവും കൂടുതൽ കിട്ടും. വിദേശ നാണയവും കിട്ടും അല്ലെങ്കിൽ ഗോൾഡും കിട്ടും. പക്ഷെ വാട്ട് അബൌട്ട് ദ പോവർട്ടി ഓഫ് ഇന്ത്യൻ നേഷൻസ്, ഇന്ത്യൻ പോപ്പുലേഷൻ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാവും, പട്ടിണി ഉണ്ടാവും, മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നതിന് മൊത്തം കയറ്റി അഴക്കാനല്ല, പക്ഷെ അതിൻ്റെ ഒരു ഭാഗം
നമ്മൾ കയറ്റി കഴിക്കുകയും അതനുസരിച്ച് നമ്മൾക്ക് മറ്റു രാജ്യത്തിൽ ഉണ്ടാകും. നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള സാധനം നമ്മൾ മറ്റു രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ വിഭവങ്ങളെല്ലാം നമുക്ക് പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത്, ലേബറേഴ്സ് യൂസ്ഡ് ബൈ 2 countries. ലെറ്റ് us suppose that there are 2 countries. ഉദാഹരണം പറയാം. ലെറ്റ് us suppose that there are 2 countries, A and B. അപ്പോൾ A and B എന്താണ് ചെയ്യുന്നത്? They produce X and Y നോക്കുക, അല്ലെങ്കിൽ വീറ്റ് ആൻഡ് റൈസ്, A and B. ഇപ്പൊ കൺട്രി എ ഇവിടെ പറയുന്നത് 200 റിസോഴ്സസ് ഉണ്ട്. അത് രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന 200 റിസോഴ്സസ് ആണുള്ളത്. അപ്പൊ അതിനകത്ത് 1 ടൺ കൺട്രി എ ദേ ക്യാൻ പ്രൊഡ്യൂസ് 10 ലേബറേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടൺ അവർക്ക് വീറ്റ് 10 ലേബറേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടൺ. നേരെ മറിച്ച് 20 ലേബറേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് ബിക്കും വേണമെങ്കിൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ അവർക്ക് അവിടെ റിസോഴ്സസ്, ലേബറാണ് ഒരേ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അവിടെ 25 പേരെ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടൺ അവർക്ക് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ 5 പേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 ടൺ റൈസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ലേബറേഴ്സ് യൂസ്ഡ് ബൈ 2 countries to produce 1 ton of wheat and rice. ഇനി പ്രൊഡക്ഷൻ വോളിയം ഓഫ് വീറ്റ് ആൻഡ് റൈസ് വിത്തൗട്ട് ട്രേഡ്. ഇപ്പൊ ട്രേഡ് നടക്കുന്നില്ല. രണ്ടുപേരും അപ്പന കിട്ടുന്ന സാധനം ആ രാജ്യത്തിൽ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുകയും അത് കൺസ്യൂം ചെയ്യുകയും ചെയ്തിരിക്കുന്നുണ്ട്. ഇനി അപ്പൊ ദർ ഇസ് നോ ട്രേഡ്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? കൺട്രി എ വിൽ actually they will be able to produce 10, കാരണം 100 tons divided by 10 will give you 10 units or 10 tons of wheat അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും അതേപോലെ തന്നെ കൺട്രി ബിക്ക് 100 ഡിവൈഡഡ് ബൈ 25 4 ടണ്ണ് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. അപ്പൊ എക്ക് 10 ടൺ, അതായത് 100 ഡിവൈഡഡ് ബൈ 10 is 10. അപ്പൊ 10 ടൺ വീറ്റ് ഉൽപ്പാദിപ്പിക്കാനും ബിക്ക് 25 ഡിവൈഡഡ് ബൈ 100, അപ്പോ 4 ടൺ വീറ്റ് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് റൈസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്താണ്? അവർക്ക് 100 ഡിവൈഡഡ് ബൈ 20 ഈസ് 5. 5 ടൺ റൈസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും അതേപോലെ തന്നെ കൺട്രി ബിക്ക് 100 ഡിവൈഡഡ് ബൈ 5 20 ടൺ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. എൻ്റെ അർത്ഥം എന്താണ്? മൊത്തം അവരുടെ ഉൽപ്പാദനം നോക്കിയോ, 10 5 15, 4 19, 29, 39. മൊത്തം വ്യാപാരമില്ല എങ്കിൽ അവർക്ക് 39 ടൺ റൈസും വീറ്റുമായിട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി പ്രൊഡക്ഷൻ വോളിയം ഓഫ് വീറ്റ് ആൻഡ് റൈസ് വിത്ത് റൈസ് വിത്ത് ട്രേഡ്. ഇനി വ്യാപാരം നടക്കാൻ പോണേ. അപ്പൊ മൊത്തത്തിലുള്ള വിഭവങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട്, മനസ്സിലായോ, മൊത്തം വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൺട്രി എക്ക് 20 ടൺ യഥാർത്ഥത്തിൽ അവർക്ക് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നേരെ മറിച്ച് മൊത്തം അവർ ഉപയോഗിക്കാതെ മറ്റ് റൈസ് ഒന്നും ഒന്നുകൂടെ പറഞ്ഞുതരാം. കൺട്രി എ മൊത്തം വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 20 ടണ്ണ് അവർക്ക് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കാരണം മൊത്തവും വീറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് കാരണം റൈസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് വിഭവമൊന്നുമില്ല. നേരെ മറിച്ച് ബി മൊത്തം വിഭവങ്ങൾ ഉപയോഗിച്ച് റൈസ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 40 ടൺ അവർക്ക് റൈസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷെ മൊത്തം വിഭവങ്ങൾ നമ്മൾ റൈസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് കാരണം നമുക്ക് വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതില്ല. അപ്പൊ എന്താണ് ഇത് പറയുന്നത്? കൺട്രി എക്ക് യഥാർത്ഥത്തിൽ 20 ടൺസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നേരെ മറിച്ച് കൺട്രി ബിക്ക് 40 എല്ലാ വിഭവങ്ങളും വെച്ച് 40 ടൺസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പൊ രണ്ടുപേർക്കും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ കൺട്രിക്ക് എന്ത് ചെയ്യുക? ഒരു എന്ന് പറഞ്ഞ കൺട്രിയിൽ വീറ്റ് ഏറ്റവും ചെലവ് കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കാം, 20 ടൺസ് ഉൽപ്പാദിപ്പിക്കാം. നേരെ മറിച്ച് കൺട്രി ബിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് 40 ടൺസ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കുന്ന വീറ്റിൽ നിന്ന് എന്ന് പറഞ്ഞ ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം ബാക്കി
ആ വീറ്റ് അവർ ബി ആയിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്യും. ബി എന്ത് ചെയ്യും? വീറ്റ് പിന്നെ ഇമ്പോർട്ട് ചെയ്യുകയും പിന്നെ ബിയിൽ നിന്ന് എക്ക് ഉൽപാദനത്തിന്റെ ഒരു ഭാഗം ബിക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് കാരണം രണ്ടുപേർക്കും അതുകൊണ്ട് അഡ്വാൻറ്റേജ് ആണ്, ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ പറഞ്ഞു ട്രേഡ് ഇല്ലാതെ നമ്മൾ മൊത്തം പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 39 ടൺസ് ബോത്ത് വീറ്റ് ആൻഡ് റൈസ്. പറഞ്ഞുകൂടാ 10, 5, 15, 4, 19 പ്ലസ് 20, 19, 29, 39 ടൺസ് റൈസും വീറ്റും കൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിരുന്നിടത്ത് ഇപ്പോൾ നമ്മൾക്ക് ട്രേഡ് നടന്നപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു? ഓരോരുത്തരും അവർക്ക് അഡ്വാൻറ്റേജ് അല്ല ഗുണപരമായിട്ടുള്ള സാധനങ്ങൾ മാത്രമായിട്ട് ഉൽപ്പാദിപ്പിച്ചപ്പോൾ, വിഭവങ്ങളൊന്നും വേസ്റ്റ് ആക്കാതെ ഉൽപ്പാദിപ്പിച്ചപ്പോൾ മൊത്തം അവർക്ക് 60 ടൺ അവർക്ക് വീറ്റും റൈസും കൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. Therefore, the theory of absolute advantage shows that pattern of trade based on absolute cost differences would be beneficial for both countries. അപ്പൊ എക്കും നല്ലതാണ്, ബിക്കും നല്ലതാണ്. കിട്ടാത്ത സാധനം, പ്രയാസമുള്ള സാധനം, ഇല്ലാത്ത വിഭവങ്ങൾ, റിസോഴ്സസ് ആർ സ്കേഴ്സ്, പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത സാധനം ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മോഡേൺ ഈറയിൽ ഇന്നിപ്പോൾ countries are depending more on അവർ ബുദ്ധിമുട്ടാണ് സാധനം. there are things that are available. ഇപ്പൊ നമുക്ക് ഇവിടെ ഓയിൽ നമുക്ക് വേണമെങ്കിൽ കുഴിച്ചെടുക്കാം, പക്ഷേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി ഹൈ. കാരണം ഡീപ്പിൽ പോകണം. അപ്പോഴും നമ്മൾ കുഴിച്ചെടുക്കാതെ ONGC ഒക്കെ ഇതിന് വേണ്ടിയിട്ട് നടക്കണേ. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ONGC ഇതൊക്കെ അവർ കുഴിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ കുഴിച്ചെടുക്കുന്നതിനെക്കാട്ടും ചെലവ് കുറഞ്ഞതായിട്ട് നമുക്ക് മറ്റു രാജ്യത്തു നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നമ്മൾ ഇതെല്ലാം നമ്മൾ കണ്ടുവെക്കും. അവിടെ ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ യുദ്ധം വന്നിട്ടുണ്ടെങ്കിൽ, ഓയിൽ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ റഷ്യ പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഇനി ഓയിൽ തരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ പീക്ക് പ്രൈസിൽ നമ്മൾ മേടിക്കുകയും ചെയ്യും, വില ഗണ്യമായിട്ട്. അതുകൊണ്ടാണ് യുദ്ധം നമുക്ക് കണ്ടെങ്കിൽ സാധന സേവനങ്ങളുടെ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടാവും. ഇന്നിപ്പോൾ എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യമായിട്ട് പൊട്ടിപ്പോയി. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഡ് റിസർവ്, അവിടുത്തെ സെൻട്രൽ ബാങ്കിനെ അവർ പറഞ്ഞത് ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ട് വളരെ സാധ്യതയുണ്ട്. കാരണം എന്താണ്? വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ദിസ് ഇൻഫ്ലേഷൻ ഈസ് ദ റഷ്യ-ഉക്രൈൻ വാർ. അവർ നിർത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യം, ലോകം ഒരു പരിധി വരെ നോർമലൈസ് ചെയ്ത് വരികയും ചെയ്യും. ഇനി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ആദ്യം ആഡം സ്മിത്തിന്റെ. ഇവിടെ ഡേവിഡ് റിക്കാർഡോ ആണ് ഈ തിയറി ആദ്യമായിട്ട് ബുക്കിനകത്ത് കുറെ കൊടുത്തിട്ടുണ്ട്. He states that trade can be beneficial for two countries even if one country has absolute advantage in all the products and other country has no absolute advantage in any other products. അപ്പോൾ ആഡം സ്മിത്തിന്റെ സ്റ്റുഡന്റ് ആണ് ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോ ആഡം സ്മിത്തിനെ മൊത്തത്തിൽ പറഞ്ഞില്ല. അത് പറഞ്ഞത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും രണ്ട് രാജ്യത്തിനും അതനുസരിച്ച്, ഒരു രാജ്യത്തിന് മാത്രം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ട്രേഡ് മറ്റ് ഇരു രാജ്യങ്ങളായിട്ടും നടത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്ക് ലാഭമുണ്ടാകും. He says that a nation is like a person gains from trade by exporting of goods and services in which it has greatest comparative advantage. ഇവിടെ പറഞ്ഞത് താരതമ്യേന ഗുണമേന്മ അല്ലെങ്കിൽ ഗുണം ഒരു രാജ്യത്തിന്, ഏത് രാജ്യത്തിനാണുള്ളത്, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് രാജ്യത്തിനാണുള്ളത്, ആ രാജ്യത്തിന് നമ്മൾക്ക് a nation like a person, he gains, അയാൾക്ക് ലാഭം നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. The theory too assumes that labor is the, ഇവിടെയും അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ആഡം സ്മിത്തിന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആഡം സ്മിത്തിനെ അവര് പിന്നെ തള്ളി പറയുന്നില്ല. The theory too assumes that labor as the only factor of production in two countries. അതുകൂടാതെ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് രാജ്യങ്ങളുണ്ട്, എ ആൻഡ് ബി. 200 റിസോഴ്സസ് ഉണ്ട് വെച്ച് അവർക്ക് രണ്ടുപേർക്കും 200 റിസോഴ്സ്, അതായത് 200 ലേബറേഴ്സ് ആണ്. അപ്പോൾ കൺട്രിയെ 20 ലേബറേഴ്സിനെ വെച്ചുകൊണ്ട് പിന്നെ 1 ടൺ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ റൈസ് 40 ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ ബിക്ക് 15 ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ 10 ഉൽപ്പാദിപ്പിക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് നമ്മൾ സമയം കളഞ്ഞില്ല. കൺട്രി എക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ 20 അവർക്ക് ഉൽപ്പാദിപ്പിക്കാം, പിന്നെ വീറ്റ് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ 40 റൈസ് ഉൽപ്പാദിപ്പിക്കാം. കൺട്രി ബിക്ക് 15ഉം 10ഉമാണ്.
ഇവിടെ ആദ്യത്തെ ഇതെന്താണ് പറയുന്നത്? കൺട്രി എക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. രണ്ട് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. നേരെ മറിച്ച് കൺട്രി ബിക്ക് പിന്നെ റൈസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ കൂടുതൽ അഡ്വാൻറ്റേജ് വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി പ്രൊഡക്ഷൻ ആഫ്റ്റർ സ്പെഷ്യലൈസേഷൻ. കൺട്രി എ അവരുടെ കൈവശമുള്ളത് 200 തൊഴിലാളികളാണ്. ആ 200 തൊഴിലാളികളിൽ നിന്ന് മനസ്സിലായോ 150 തൊഴിലാളികളെ വെച്ചിട്ട് അവർ റൈസ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 60 ടൺ അവർക്ക് റൈസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ബാക്കി 50 റിസോഴ്സസ് തൊഴിലാളികളെ വെച്ച് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം നമുക്ക് മിനിമം കുറച്ചെങ്കിലും ഉണ്ടാക്കണം. നാളെ അമേരിക്ക ഒരു സമയത്ത്, ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് വായിച്ചിട്ടുള്ളതാണ്. കാരണം ഒരു സമയത്ത് ഡംപ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ വീറ്റ് എല്ലാം കൊണ്ടുപോയി കാരണം ദിസ് ഇയേഴ്സ് പ്രൈസ് നെക്സ്റ്റ് ഇയേഴ്സ് പ്രൊഡക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദിസ് ഇയേഴ്സ് പ്രൈസ്. ഈ വർഷം നല്ല വില കിട്ടിയിട്ടുണ്ടെങ്കിൽ പല കർഷകരും ആ ഒരു മേഖലയിലേക്ക് പിന്നെ അവരുടെ ശ്രദ്ധ തിരിക്കും. ഈ വർഷം നെല്ലിന് കൂടുതൽ വിലയാണെങ്കിൽ അടുത്ത വർഷം അവർ നെല്ല് ഉൽപ്പാദിപ്പിക്കും. ഗോതമ്പിന് വില കുറവാണെങ്കിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ പോലും അവർ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ എന്ത് ചെയ്യും? നെല്ല് സുലഭമാവും. നെല്ല് സുലഭമാകുമ്പോൾ ആ വർഷം നെല്ലിന്റെ വില ഇടിഞ്ഞിട്ട് ഗോതമ്പിന്റെ വില കയറും. അപ്പൊ അവർ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഗോതമ്പ് സുലഭമാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഗോതമ്പിന്റെ വില കുറയുമ്പോൾ ഷുഗറിന്റെ വില കൂടിയാണെങ്കിൽ അവർ ഷുഗർ കെയിൻ കൊണ്ടുപോയി കൃഷി നടത്തുകയും ചെയ്യും. അപ്പൊ ഇവിടെ സ്പെഷ്യലൈസേഷൻ വന്നപ്പോൾ 150 തൊഴിലാളികളെ വെച്ചുകൊണ്ട് കൺട്രിയെ 60 ടൺ അവർക്ക് റൈസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ബാക്കി 50 പേരെ വെച്ചുകൊണ്ട് അവർക്ക് 10 വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുക. കൺട്രി ബി ഈ 200 തൊഴിലാളികളെ വെച്ചുകൊണ്ട് അവർക്ക് മൊത്തം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചത് 30 ക്വിന്റൽ വീറ്റ് മാത്രമാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് മറ്റേ ഈ റൈസ് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള വിഭവമില്ല. കാരണം പൂർണ്ണമായിട്ട് അവര് വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ചു. സോ അവരിപ്പോൾ എന്ത് ചെയ്യപ്പോ കൺട്രി എക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തിനാണ്? റൈസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. നേരെ മറിച്ച് കൺട്രി ബിക്ക് 30 അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. 30 വീറ്റ് അവർക്ക് വേണ്ട. അപ്പൊ അവരെന്ത് ചെയ്യും? ഡൊമസ്റ്റിക് കൺസംപ്ഷന് ശേഷം കുറച്ച് കൺട്രി കേക്ക് കൊടുത്തിട്ട് കൺട്രിയെ റൈസ് കൺസംപ്ഷന് ശേഷം ആവശ്യമായിട്ടുള്ള ഡൊമസ്റ്റിക് കൺസംപ്ഷന് ശേഷം ബാക്കി തിരിച്ച് അങ്ങോട്ട് ബിക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആ സിറ്റുവേഷൻ ആഫ്റ്റർ ട്രേഡ്. വ്യാപാരം നടന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൺട്രി എക്ക് വീറ്റ് 24 വീറ്റ് കിട്ടുന്നുണ്ട്. കൺട്രി റൈസ് 46. കാരണം എന്താണ്? 14 വെച്ച്, അതായത് 14 യൂണിറ്റ് റൈസ് അവര് കയറ്റി അഴിച്ചിട്ട് എന്ത് ചെയ്യും? ബിയിൽ നിന്ന് 14 യൂണിറ്റ് അവര് കൺട്രി എ വിൽ export 14 units of rice to B, and B will actually give 24 sorry, B will, I'll say once more, confused I. The situation after trade take place. വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് 24 റൈസ് ഉൽപ്പാദിപ്പിക്കുന്നത് 46. കാരണം എന്താണ്? 14 ടണ്ണ് റൈസ് കൺട്രി ബിക്ക് കൊടുക്കുകയും കൺട്രി ബി 14 ടൺസ് അവർക്ക് വീറ്റ് ഇപ്പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പൊ 14 10 വരെ നേരത്തെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. 14 10 24. ഇവിടെ നിന്ന് എന്താണ്? 30. 16 14 30. അപ്പോ കൺട്രി ബിക്ക് ബാക്കി 16 യൂണിറ്റ് ടണ്ണ് വീറ്റുണ്ട്. നേരെ മറിച്ച് കൺട്രി ബിക്ക് 0 ആയിരുന്നു യഥാർത്ഥത്തിൽ റൈസ് ഉണ്ടായിരുന്നത്. അവർക്ക് ഇപ്പോൾ 14 ടണ്ണ് അവർക്ക് റൈസ് കിട്ടുകയും ചെയ്തു. സോ രണ്ട് രാജ്യത്തിനും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ രണ്ട് രാജ്യത്തിനും യഥാർത്ഥത്തിൽ ഇത് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി സീൻ clearly that both the countries have been benefited or gained from trade. Before specialization, ഇത് കഴിഞ്ഞതിൻ്റെ ഇതാണ്. Before specialization in trade, A has only 20 units of wheat and 40 units of rice. But after trade,
എക്ക് 24 യൂണിറ്റ്സ് വീറ്റും 46 യൂണിറ്റ്സ് റൈസുമായി എ ഈസ് വെരി വെരി ഹാപ്പി. അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറഞ്ഞായിരിക്കും 15 യൂണിറ്റ്സ് വീറ്റും 10 യൂണിറ്റ്സ് റൈസും ബിഫോർ ട്രേഡ് ഉണ്ടായിരുന്നത്. ഹാസ് 16 യൂണിറ്റ്സ് ഓഫ് വീറ്റ് ആൻഡ് 14 യൂണിറ്റ്സ് ഓഫ് റൈസ് ആഫ്റ്റർ ട്രേഡ്. ഓക്കെ, ഇനി എക്സറോക്ലിൻ തിയറി ഞാൻ പറഞ്ഞത് മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് തന്നെ പറയുന്നത് ഇവർ രണ്ടുപേരാണ്, ബെർട്ടിൽ ഓക്ലിൻ ആൻഡ് എലി എക്സർ. എച്ച് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, എക്സേഴ്സ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ അതാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞത് എക്സർ ഓക്ലിൻ തിയറി, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ HO തിയറി എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് ലേബറും ക്യാപിറ്റൽ രണ്ട് മോഡലാണ്. ഇവിടെ ലേബറും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്. ഉൽപാദന ഘടകങ്ങളിൽ ലേബർ മാത്രമേ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിലും നമ്മൾ ലേബർ മാത്രമേ നമ്മൾ ഉൽപാദന ഘടകമായിട്ട് കണക്കാക്കിയെങ്കിലും ഇവിടെ രണ്ട് ഉൽപാദന ഘടകങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. ഒന്ന് ലേബറും മറ്റേത് ക്യാപിറ്റലാണ്. പിന്നെ അവരെന്താണ് പറയുന്നത്, മെയിൻ തിയറം പറയുന്നത് ഇതാണ്. ഓക്ലിൻ പറയുന്നത് ട്രേഡ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ഡിഫറെന്റ് റിലേറ്റീവ് പ്രൈസസ് ഓഫ് ഡിഫറെന്റ് ഗുഡ്സ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. അല്ലേ, അമേരിക്കയിൽ ഒരു വസ്തു വളരെ ചീപ്പാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചീപ്പാണെങ്കിൽ മാത്രമേ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് കൂടുതലായിട്ട് ഇപ്പൊ കരകൗശല വസ്തുക്കൾ, മാനുഫാക്ചർഡ് ഗുഡ്സ്, ഇതെല്ലാം ടെക്സ്റ്റൈൽസ്, ധാരാളം റെഡിമെയ്ഡ് ഗാർമെന്റ്സും ടെക്സ്റ്റൈൽസും, ബാറ്റ ഷൂസ് ഒക്കെ ഇഷ്ടം പോലെ. നേരത്തെ ഇപ്പൊ എനിക്കറിയാൻ പോലെ ബാറ്റയുടെ ക്വാളിറ്റി ഒന്നും അറിയാൻ പാടില്ല. വിദേശ രാജ്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് വരുന്ന ആളുകൾ ഇന്ത്യയിൽ വരുമ്പോൾ അവർ ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു 3 പേർ അംബാസിഡർ ഷൂസും മേടിച്ചിട്ടുണ്ടോ. അന്നത്തെ അംബാസിഡർ ഷൂസ് ക്ലാസിക്കൽ, അതായത് പിന്നെ എക്സിക്യൂട്ടീവ് ഷൂസാണ്. അതുപോലെ ഒരു 4-5 സൂട്ടും തയ്ച്ചു കൊണ്ടുപോകും. മനസ്സിലായോ? ഇവിടുത്തെ തയ്യക്കാശുണ്ടെങ്കിൽ ഇവിടുത്തെ തയ്യക്കാശുണ്ടെങ്കിൽ അവിടുത്തെ തയ്യക്കാശുണ്ടെങ്കിൽ ഇവിടെ 5 സൂട്ട് കിട്ടും, ഒരു സൂട്ടിന് തയ്യക്കാശുണ്ടെങ്കിൽ. ഇതാണ് സാധാരണ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഇരിക്കുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പോകുന്നതും. അപ്പോൾ ഒരു രാജ്യത്തിന് ഒരു വസ്തു ചീപ്പാണെന്നുണ്ടെങ്കിൽ കാരണം എന്താണ് അത്? കാരണം ബിക്കോസ് റിലേറ്റീവ് പ്രൈസസ് ഡിഫറെൻറ്റ് ഇൻ ഗുഡ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. വിവിധ രാജ്യങ്ങളിൽ ചില വസ്തുക്കൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് തന്നെ അവർക്ക് ആവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും അവർക്ക് ഇറക്കുമതി ചെയ്യാം. പക്ഷെ അവർ ചെയ്യുന്നില്ല. അപ്പൊ സേ ഫോർ ടേക്ക് ദ കേസ് ഓഫ് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, മനസ്സിലായോ, ഗൾഫിൽ നിന്ന് മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, UAE നിന്ന് മാത്രമല്ല, ഇന്ത്യ കെനിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, നൈജീരിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, റഷ്യയിൽ നിന്ന് ഇപ്പോൾ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് എന്തെങ്കിലും അഭിപ്രായ ഭിന്നത, വ്യക്തികളുടെ അഭിപ്രായ ഭിന്നത വരുന്നു. അതേപോലെ തന്നെ ഒരു അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റഷ്യ നമുക്ക് നാളത്തോട്ട് ഓയിൽ തരൂല. അന്നേരത്തേക്ക് നമ്മൾ സൗദി അറേബ്യയുടെ ഓടി ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങളുടെ അടുത്ത് ഓയിലില്ലെന്ന് പറയും. നിങ്ങൾ റഷ്യക്കാരുടെ അടുത്ത് പോയതല്ലേ, അവിടെ നിന്ന് തന്നെ മേടിച്ചോളാൻ പറയും. ഇപ്പം എന്ത് ചെയ്യും? എല്ലാവരുടെ അടുത്തും നമ്മൾ കുറച്ച് മേടിക്കും. അപ്പൊ എവിടെയൊക്കെ ചീപ്പായിട്ട് കിട്ടും നോക്കും, അവിടെ നിന്നെല്ലാം നമ്മൾ ആ വസ്തു, നമുക്ക് ആവശ്യമുള്ള വസ്തു കുറേശ്ശെയായിട്ട് നമ്മൾ മേടിക്കുകയും ചെയ്യും. സോ ദ ഡിഫറൻസ് ഇസ് റിലേറ്റീവ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റീസ്. അപ്പൊ എന്താണ് ഫാക്ടർ പ്രൈസസ്? ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഫാക്ടർ പ്രൈസസിൽ കുറവായത് കാരണമാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിട്ട് വരുന്നത്. HO theory states that difference in factor prices are due to differences factor endowment in different countries. ചില രാജ്യങ്ങൾ നാച്ചുറൽ റിസോഴ്സസിന് റിച്ച് ആണ്. ഉദാഹരണം ഗൾഫ് കൺട്രീസ്, ഓയിൽ, ദേ ആർ വെരി റിച്ച്. കാനഡ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കാനഡ മൊണോപ്പൊളിയാണ്. നിക്കൽ, മനസ്സിലായോ? അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്കെല്ലാം നിക്കൽ സംബന്ധിച്ചിടത്തോളം കാനഡ ഈസ് അബ്സല്യൂട്ട്, അവർക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തന്നെയുള്ളത്. ഓയിലിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ദേ ഹാവ് ഗോട്ട് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ തിയറി പറയുന്നത് എന്താണ്? ഫാക്ടർ പ്രൈസസ് ആണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ട്. എന്നിട്ട് നമ്മൾ കോളൊക്കെ നമ്മൾ മറ്റു രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും തന്നെ ഫാക്ടർ പ്രൈസസ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണ്. ചില രാജ്യങ്ങളിൽ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാവും, മറ്റു രാജ്യങ്ങളിൽ കുറവ് വിഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നുമില്ല. അവർ മറ്റു രാജ്യത്തിൽ നിന്ന് കാര്യമായിട്ട് ഇറക്കുമതി ചെയ്തിട്ട് അതെല്ലാം അവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് തിരിച്ച് മറ്റു രാജ്യങ്ങൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, അമേരിക്കൻ മാർക്കറ്റ് ഈസ് ഫ്ലഡഡ് വിത്ത് ജാപ്പനീസ് ഗുഡ്സ് അല്ലെങ്കിൽ ചൈനീസ് ഗുഡ്സ്. ചൈനീസ് ഗുഡാണ് ജാപ്പനീസ് ഗുഡാണെന്ന് നോക്കുമ്പോൾ അവർ ദേ പ്രിഫർ ടു ഹാവ് ജാപ്പനീസ് ഗുഡ്. കാരണം ചൈനീസ് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ പറയും ചൈനക്കാരെന്ന് പറഞ്ഞാൽ പലവരും മേടിക്കില്ല. കാരണം അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുള്ളൂ.
അതുകൊണ്ടാണ് ഈ ട്രേഡ് നമ്മൾ റിലേറ്റീവ് ഫാക്ടർ എൻഡോമെന്റ്സ്, ഡിഫറൻസസ് ഇൻ റിലേറ്റീവ് ഫാക്ടർ എൻഡോമെന്റ്സിന്റെ കൂടി നമ്മൾ ഇത് ചെയ്യുന്നത്. നൗ ഓഹ്ലിൻ തിയറി ഈസ് therefore also described as the factor endowment theory. അദ്ദേഹം പറയുന്നത് the theory postulates that countries which are rich in labor will export labor intensive goods and countries which are plenty of capital will export capital intensive goods. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ നമ്മൾ ആ വസ്തുക്കൾ കൂടുതലായിട്ട് കയറ്റിയിറക്കും. മറ്റു രാജ്യങ്ങൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ അസംഷൻസ്, ദർ ആർ 2 countries ഇൻവോൾവ്, എ ആൻഡ് ബി. ദർ ആർ 2 factors of production. നമ്മൾ പറഞ്ഞു 2 മോഡലാണ്, സിംഗിൾ മോഡൽ അല്ല. ലേബർ ആൻഡ് ക്യാപിറ്റൽ. There are goods X and Y, of which X is labor intensive and Y is capital intensive. Country A is labor abundant and country B is capital rich. രണ്ട് കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞത്. There is perfect competition in both in commodities market and factor market in both the commodities. All production functions are homogeneous in the first degree, hence there are constant returns to scale. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രി നമ്മൾ റിട്ടേൺസ് ടു സ്കെയിൽ എടുത്തപ്പോൾ പറഞ്ഞത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ഉള്ളപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രി. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ബട്ട് ഫാക്ടേഴ്സ് ഡി നോട്ട് മൂവ്. അതാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് ഉൽപാദന ഘടകങ്ങൾ മൂവുന്നില്ല. ഡിമാൻഡ് കണ്ടീഷൻസ് ആർ ഐഡന്റിക്കൽ ഇൻ ബോത്ത് ദ കൺട്രീസ്. ഓഹ്ലിൻ അദ്ദേഹത്തിന്റെ തീസിസ് പറയുന്നത് contends that trade occurs because there are differences in relative commodity prices caused by differences in factors of production as a result in factor endowments among the countries. Price criterion of relative factor endowments. According to the price criterion, a country having relatively cheap capital and relatively dear capital, capital cheap, labor in the cost കൂടുതലാണെങ്കിൽ is regarded as relatively capital abundant. നേരെ മറിച്ച് ക്വാണ്ടിറ്റി, അപ്പോൾ ലേബർ ആണ് കൂടുതലാണെങ്കിൽ അത് ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും, അത് ലേബർ അബണ്ടന്റ് ക്യാപിറ്റൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞു എ ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ബി ഈസ് ലേബർ ഇൻറ്റൻസീവ് മെത്തേഡാണ്. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം തന്നിരിക്കുന്നത്. 2 PCB പ്രൊഡക്ഷൻ പോസിബിലിറ്റി കോസ്റ്റ് കർവ് ഉണ്ട്. ഒന്ന് PCBB, ഒന്ന് PPCC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എ. മനസ്സിലായോ? പി ആണ് പ്രൈസ് ലൈൻ. Indifference curves are indifference curve 1, indifference curve 2, indifference curve 2. ഇതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പറയുകയാണ്, മനസ്സിലായോ? ബി ആണ് നമ്മൾ അദ്ദേഹത്തെ കൺട്രി എ ക്യാപിറ്റൽ റിച്ച് ആണ്. അത് therefore we are able to produce എത്രയാണ് ലേബർ. Let us suppose that we are able to reach at the point 3 in which we have got XAT of capital, XAT of labor and എന്താണ് YAT of capital, and that is point 1. രണ്ടാമത്തത് point 2 എടുക്കുക, that is on production possibility curve B. That means point number 2 where we have got equilibrium in which we produce XBA here and YBA of capital and XBA of labor. ഇനി മൂന്നാമത്തെ എടുക്കുക, മനസ്സിലായോ? മൂന്നാമത്തേന് we are producing XAT of labor and YAT of capital. നാലാമത്തേത് എടുക്കാം, എന്താണ് XBT of labor and YBT of capital. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുക, നിങ്ങൾ ഇത് രണ്ടും ടാൻജൻഷ്യൽ പോയിന്റ് യഥാർത്ഥത്തിൽ വരുന്നത് മനസ്സിലായി. ഈ പ്രൈസ് ലൈന് പിക്ക് പ്രൈസ് ലൈനിൽ ടാൻജന്റ് ആയിട്ട് വരുന്നത് അറ്റ് ദ പോയിന്റ് ഇ ആണ്. അപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, എല്ലാവരും താല്പര്യപ്പെടുന്നത് ആ ഈക്വിലിബ്രിയം പോയിന്റ് ആണ്, വേർ പ്രൈസ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് 2. പക്ഷെ ഇതിനകത്ത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് highest indifference curve point E, which is lying on highest indifference curve 2, ഇത് രണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെയും മുകളിലാണ്. മനസ്സിലായോ? ഒന്ന് PPPB, that is the PPPB, that is here, and the other one is എന്താണ് PPPA, that is it starts from here.
PPCB, it starts from here and ends in XAA. Then നേരെ മറിച്ച് PPC, production possibility curve A, it starts from here and ends here. നേരെ മറിച്ച് ഇത് രണ്ട്, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ഈ രണ്ട് എന്ന് പറഞ്ഞ പോയിന്റ് മീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ടെക്നോളജി വിച്ച് ദേ ഹാവ് അറ്റൈൻഡ്. They have reached the equilibrium point at the point E. E എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണെന്ന് പറയുന്നത്? It is the indifference curve 2 is tangent to the price line PP1 and therefore they are in equilibrium. ആ ഇക്വിലിബ്രിയത്തിൽ അവർക്ക് XC ആയിട്ട് ലേബറും XC ആയിട്ടുള്ള പിന്നെ ഗുഡ്സും ലേബറും അല്ലെങ്കിൽ XY ആയിട്ടുള്ള എന്താണ് EL അല്ലേ, YC ആയിട്ടുള്ള ലേബർ അവർക്ക് 2 ഗുഡ്സ് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമായിട്ട് മനസ്സിലായോ, they will be able to export XCയിൽ നിന്ന് XATയിലേക്ക് അവർക്ക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു 3ൽ വന്നപ്പോൾ. therefore that can be exported. അതേപോലെ തന്നെ ഇവിടെ പിന്നെ ഈ വന്നപ്പോൾ YCയിൽ നിന്ന് YAT ആയിട്ട് ക്യാപിറ്റൽ അവർക്ക് കുറക്കാൻ സാധിക്കുകയും ചെയ്ത്, ഗുഡ്സ് Y കുറക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ രണ്ട് രാജ്യത്തിനും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. I know that the diagram is bit confusing. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഈ ഇക്വിലിബ്രിയം ആണ്. മറ്റ് രണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ട്, പ്രൈസ് ലൈൻ ഉണ്ട്. അപ്പൊ ഈ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നോട് ചോദിക്കും, സാറേ അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ പുറത്താണ്. ഇസ് ഇറ്റ് അറ്റൈനബിൾ? ദ കൺട്രി ഈസ് ഏബിൾ ടു വെൻ ദ സ്പെഷ്യലൈസ്. കാരണം മിനിമം കോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് സ്പെഷ്യലൈസ് ചെയ്ത് അവർക്ക് കൂടുതലായിട്ട് ആ വസ്തു ഉൽപ്പാദിപ്പിച്ച് ടെക്നോളജി, പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ട് പിന്നെ അവർക്ക് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് ഗ്രേഡ് 2-ലെത്തുകയും ആൻഡ് ബോത്ത് കൺട്രി A and B they may be able to reach equilibrium. Okay, following points. ഒന്ന്, abundance of labor intensively in the absence of trade, both countries try to use their natural advantage. Abundance of resources more intensively in the production of both the goods. Then, production possibility curve A is biased towards X, and likewise, production possibility B and that is towards Y. They will have different commodity price ratios which are consistent with marginal revenue productivity of the two factors in their domestic countries. Even the access of the same technology makes them produce X and Y in different quantities using capital and labor ratios. Opening up of trade. But trade നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ encourage both for their respective endowment based on natural advantage. Still further, A finds it easier to produce X while B expands industry Y as they optimize their production in response to exposure to international price ratio. Okay, that's all. Number E lies on the higher common indifference curve 2. A direct implication is that both the trading partners are better off compared to autocracy or autarky. Autarky means a situation where there is no trade, closed economy. മറ്റു രാജ്യങ്ങളായിട്ട് വ്യാപാരമൊന്നുമില്ല, ഓർ നോ ട്രേഡ് സിറ്റുവേഷൻ. ദിസ് ഈസ് എ പ്രൂഫ് ഓഫ് ഗെയിൻസ് ഫ്രം ട്രേഡ്. WTO ഇത് പ്രധാനമായിട്ട് ഇക്കണോമിക് തിയറി ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ടുള്ളതല്ല. നമ്മൾ ഈ പറഞ്ഞ ഡിമാൻഡും സപ്ലൈ ഇതെല്ലാം ഉണ്ട്. ഇത് വലിയൊരു വോള്യൂമാണ്. ഗാട്ട് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടായി. ഈ ഗാട്ട് അതൊക്കെ ഞാനിപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് PPT കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് ഉൽപ്പാദിപ്പിച്ച് ഒന്ന് ഒറിജിനേറ്റ് ചെയ്ത് അതിന്റെ ഫങ്ഷൻസ് ഒക്കെ എന്താണ് ഗാട്ടൊക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇപ്പൊ ലേറ്റസ്റ്റ് ഗാട്ടിന്റെ പല പ്രൊവിഷൻസും പല മാർഗനിർദ്ദേശങ്ങളും ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് അനുകൂലമായിരുന്നു. അത് കാരണം ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് അനുകൂലമായത് കാരണം ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ, ഇന്ത്യ പോലത്തെ എല്ലാ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ അതിനെതിരായിട്ട് കൂടുതലായിട്ട് കംപ്ലൈന്റ് ചെയ്ത്, അപ്പോൾ അതിന് പകരമായിട്ട് എല്ലാ രാജ്യങ്ങളും കൂടി 148 രാജ്യങ്ങളും കൂടി ഒന്നിച്ച് എടുത്തുകൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇത് ഒറിജിനൽ ബുക്ക് വോളിയംസിൽ അത് ഇത്രയുണ്ട്. ഇതെല്ലാം കംപ്രൈസ് ചെയ്തുകൊണ്ടാണ് 3 പേജായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്.
മനസ്സിലായോ? അപ്പൊ അത് ഇതിനകത്തുള്ള വാക്കുകളൊക്കെ കുറച്ച് കടിച്ചാൽ പൊട്ടാത്തങ്ങളാണ്. അത് അവിടെ നിന്ന് തന്നെ കോട്ടിങ്സ് എടുത്തിട്ടുള്ളതാണ്. മനസ്സിലായി? എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പറഞ്ഞു തരിക, അത്രേ ഉള്ളൂ. അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതിനു മുമ്പ് ഗാട്ടുണ്ട്. ഗാട്ടിനെ കുറിച്ച് ഞാൻ അധികം എഴുതിയിട്ടില്ല. ഗാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗാട്ട് ഇതിന്റെ പിന്നെ ഫാദറാണ്. വിച്ച് ഈസ് ദ ഫാദർ? CAക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിച്ച് ഈസ് ദ ഫാദർ ഓഫ് WTO? WTOയുടെ ഫാദർ ഗാട്ടാണ്. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്, GATT, ജനറൽ എഗ്രിമെന്റ്. ആ ഗാട്ടിന്റെ പ്രൊവിഷൻസ് ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് സ്വീകാര്യമായത് കാരണം ഡെലിഗേറ്റ്സ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ് അവർ ഒത്തുകൂടി അവരൊരു ഡ്രാഫ്റ്റ് രൂപീകരിച്ചു. അങ്ങനെ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അവർ രൂപീകരിക്കുകയും ചെയ്തു. ഓർഗനൈസേഷൻ, it is the only global international organization which facilitates the free flow of goods and services across the world by setting up rules and trade among nations. രാജ്യങ്ങൾ ഇപ്പോൾ പല രാജ്യങ്ങളും പല രീതിയിലും വ്യാപാരത്തിൽ ഏർപ്പെടുമ്പോൾ ഇതൊക്കെ ഒരു നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ വേണം. രാജ്യങ്ങൾ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും, വഴക്കുണ്ടാവും, തെറ്റിദ്ധാരണ ഉണ്ടാവും. അതൊക്കെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ വേണം. പിന്നെ എന്തെല്ലാം അഗ്രികൾച്ചറിലെ, ഇൻഡസ്ട്രിയിലെ ട്രിംസ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, നമ്മുടെ പേറ്റന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ വേണം. അപ്പോൾ ഓർഗനൈസേഷൻസ് 1995 1 ജാനുവരി 164 മെമ്പർ നേഷൻസ് ഉണ്ട്, 22 ഒബ്സർവേഴ്സ് ഉണ്ട്. വൈഡർ റെസ്പോൺസിബിലിറ്റി സെറ്റിംഗ് അപ്പ് ഉണ്ട്. WTOക്ക് ഗാട്ടിനെക്കാട്ടും കൂടുതലായിട്ട് ഉത്തരവാദിത്തമുണ്ട്. സെറ്റിംഗ് ന്യൂ റൂൾസ് ഓഫ് ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട റോള്, റെസ്പോൺസിബിലിറ്റി? പുതിയ റൂൾസ് ഫോർ ട്രേഡിംഗ്, വ്യാപാരത്തിനും സേവനത്തിനും, ഗുഡ്സ്, സാധന സേവനങ്ങളുടെ വ്യാപാരത്തിന് പുതിയ റൂൾസ് ഉണ്ടാക്കുക. ഇന്റർനാഷണൽ, അന്താരാഷ്ട്ര, എനി നേഷൻ ക്യാൻ കം ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ 1991 ഗ്ലോബലൈസേഷനും ആഗോളവൽക്കരണമൊക്കെ കഴിയുമ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഗ്ലോബലൈസ്ഡ് ആയിട്ട് ഏത് രാജ്യത്തിൽ വേണമെങ്കിൽ നിക്ഷേപം നടത്താം. അതേപോലെ തന്നെ മറ്റു ഏത് രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്താൻ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ നമ്മുടെ മനസ്സിലായ, പണ്ടെല്ലാം വിദേശ സാധനങ്ങളൊക്കെ ചിലവർ കള്ളക്കടത്ത് കടത്തും, ചിലവർ ഡ്യൂട്ടി കൊടുക്കണം, ഹെവി ഡ്യൂട്ടി കൊടുക്കണം. ഇപ്പൊ എല്ലാത്തിനും തന്നെ ഇപ്പൊ ഇവിടെയാണെങ്കിലും ഗോൾഡിന് ഇന്റർനാഷണലിൽ ഒരേ പ്രൈസാണ്. എന്തുകൊണ്ടാണ്? അവര് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. ആ ഡ്യൂട്ടി പിന്നെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളക്കടത്ത് ഈ എയർപോർട്ടും കരിപ്പൂരിലും കോഴിക്കോടും അതേപോലെ തന്നെയല്ല ഈ നമ്മളുടെ പിന്നെ കൊച്ചിൻ എയർപോർട്ടിലൊക്കെ നമ്മൾ ഇടക്കിടക്കൊക്കെ കൂടുതൽ ഗോൾഡ് പിടിച്ചെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? ഇത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര നാൾ ഞാൻ ക്ലാസ് എടുത്തതും ഇഗ്നോന്റെ പരീക്ഷയുടെ പേപ്പറും നോക്കിയിട്ടുണ്ട്. ഇഗ്നോന്റെ ഇത് പിന്നെ ഇൻവിജിലേഷൻ നിന്നിട്ടുണ്ട്. അപ്പൊ ഞാനതൊന്നും ചെയ്യുന്നില്ല. കാരണം കൊറോണ വന്നതിന് ശേഷം ഞാനിപ്പോൾ ജസ്റ്റ് ഓൺലി ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഞാൻ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നിന്ന് നിങ്ങൾക്ക് സാധാരണ കിട്ടാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ ഒരു ഷോർട്ട് നോട്ട് മാത്രമാണ്, 5 മാർക്കിന്റെ ഒരു ഷോർട്ട് നോട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ദ ബേസിക് ഒബ്ജക്റ്റീവ് WTO എന്താണ്? ടു ഇൻക്രീസ് ദ ഗ്ലോബൽ ഇൻകം ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ്. അപ്പൊ ലോകത്തിന്റെ വരുമാനം വർദ്ധിക്കുക. കാരണം എന്താണ്? നമ്മളിലെ കെട്ടിപ്പൂട്ടി ക്ലോസ്ഡ് ആയിട്ട് ഇക്കോണമിയിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അത് അവിടെ തന്നെ വിറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വരുമാനം കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഓവറോൾ എൻഹാൻസ്മെന്റ് ആൻഡ് ഓഫ് ദ പ്രോസ്പെരിറ്റി ലെവൽസ് ഓഫ് ദ മെമ്പർ സ്റ്റേറ്റ്സ്, എല്ലാവരുടെയും ക്ഷേമം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻക്രീസ്ഡ് ട്രേഡ്, ഗ്ലോബൽ ഇൻകം വർദ്ധിപ്പിക്കുക, ആഗോളതലത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുക, അതനുസരിച്ച് നമ്മളുടെ പ്രോസ്പെരിറ്റി, ക്ഷേമം അതനുസരിച്ച് വർദ്ധിപ്പിക്കുക. ഇതെല്ലാമാണ് ഓർഗനൈസേഷൻസ്. അപ്പോൾ WTO കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അൺലെസ് ആൻഡ് അൺടിൽ ദേ മേ ആസ്ക് യു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡെലഗേറ്റ്സ് 44 രാജ്യത്തിൻ്റെ ഡെലഗേറ്റ്സ് ആണ്. ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? ഇൻ ബ്രിട്ടൻ വുഡ്സ് എന്ന് പറഞ്ഞ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിൽ 44 രാജ്യങ്ങളുടെ പ്രതിനിധികൾ വന്ന് ജൂലൈ മാസം 1-ാം തീയതി 22 ജൂലൈ 1-ാം തീയതി 22-ാം തീയതി വരെ ഇരിക്കുകയും 1944 ബ്രിട്ടൻ വുഡ്സിൽ വന്ന് അതിന് 3 പ്രധാനപ്പെട്ട പിന്നെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഒന്ന് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അല്ലെങ്കിൽ IMF അല്ല, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കേഴ്സ് അല്ലത്. IMF മീൻസ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. പിന്നെ വേൾഡ് ബാങ്ക്,
അതിനെ പറഞ്ഞത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, പോപ്പുലർലി നോൺ ആസ് ദ വേൾഡ് ബാങ്ക്, ദെൻ ഇന്റർനാഷണൽ ITO, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ. ഇത് വരാനുള്ള കാരണം എന്താണ്? രണ്ടാം ലോക ഇച്ചിരി ചരിത്രം പറയാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും സഖ്യകക്ഷികൾ, പല രാജ്യങ്ങളും ജർമ്മനി അടക്കമുള്ള പല രാജ്യങ്ങളും അവർ ബോംബിട്ട് നാരായണക്കല്ലാക്കി, നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. ഇതെല്ലാം ഇനിയിപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യണം. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം പോകുമ്പോൾ പരസ്പരം പല അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊണ്ട് ബോംബുകളൊക്കെ ഇട്ട് കൊല കെട്ടിടങ്ങളും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കും. അപ്പോൾ യുദ്ധം അവസാനിക്കുമ്പോൾ ഇതെല്ലാം രണ്ടാമത് ഇനി കെട്ടിപ്പടക്കണം. എവിടുന്ന് പണം ഉണ്ടാവും? എല്ലാ വിഭവങ്ങളും വീട്ടിലെ മേഖലയും കുറേ ഓയിൽ ടാങ്ക്, ഓയിൽ റിഫൈനറി, ഇതെല്ലാം അവർ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായി, ഈ ദുർബലമായിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ധനസഹായം, ലോൺ കൊടുക്കുക. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. എന്താണ് പോവർട്ടി എനിവെയർ? ശ്രദ്ധിച്ചോളാം, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതി വെക്കാം. പോവർട്ടി എനിവെയർ ഇൻ ദ വേൾഡ് ഈസ് എ ത്രെറ്റ് ടു പ്രോസ്പെരിറ്റി എവരിവെയർ. രാജ്യത്തിൽ എവിടെയും ദാരിദ്ര്യം നിന്നാലും അതിന് പ്രോസ്പെരിറ്റി, നമ്മുടെ ഉന്നതിക്ക് അത് വളരെയധികമായിട്ട് ദോഷം ചെയ്യും. ആൻഡ് prosperity anywhere in the world should be shared with others. ഇന്ത്യ വളരെ സമ്പന്നമായ രാജ്യമാണ്. ദരിദ്രമായ രാജ്യങ്ങളുണ്ട്, അവർക്ക് സഹായം കൊടുക്കുക, ഇൻ കൈൻഡ് ഓർ ഇൻ ക്യാഷ്. ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, ചിലപ്പോൾ നമ്മളൊക്കെ TV-യിലൊക്കെ കാണും, പേപ്പറിലൊക്കെ കാണും. മനസ്സിലായി, വെരി വെരി മാൽ ന്യൂട്രീഷൻഡ് ചിൽഡ്രൻ. എത്യോപ്യ, അതേപോലെ തന്നെ ബോസ്നിയ, എത്യോപ്യ എന്നൊക്കെ അവിടെയൊക്കെ വളരെ ദാരിദ്ര്യമുള്ളതാണ്. ദേ ഡോണ്ട് ഹാവ് എനിത്തിങ്, ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ഈവൻ ടു ഈറ്റ് എ സിംഗിൾ മീൽ ഇൻ എ ഡേ. അപ്പോൾ അവർ കൊടുക്കുക. സോ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇന്റർനാഷണൽ ബാങ്ക്, ഇതെല്ലാം 47 വന്നത്. 23 countries including the founder members of GATT, was not an official organization which enforced the decision. It was just an agreement between the member countries. The aim of GATT in the expansion of the volume of international trade, increase in world population and productivity, development and full utilization of the resources, and improve standard of living of the community as a whole. ഇതായിരുന്നു GATTന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പക്ഷേ GATT ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. ഏതൊക്കെയാണ്? ട്രേഡ് ഷുഡ് ബി കണ്ടക്ടഡ് ഇൻ എ നോൺ ഡിസ്ക്രിമിനേറ്റ് വിവേചനപരമായിട്ട് ട്രേഡ് കണ്ടക്ട് ചെയ്യരുത്. എലിമിനേഷൻ ഓഫ് നോൺ ടാരിഫ് മീൻസ് പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തി. ഇമ്പോർട്ട് ഡ്യൂട്ടിനെ പറഞ്ഞ ടാരിഫ് എന്ന് പറഞ്ഞു. ഇതില്ലാതെ നോൺ ടാരിഫ് ഉണ്ട്. നോൺ ടാരിഫ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടുന്ന് ഇപ്പം ടെക്സ്റ്റൈലിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കയറ്റിയെടുക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചിരുന്ന സമയം തൊട്ടുള്ള പരിപാടിയാണിത്. പക്ഷേ യൂറോപ്പിന് ഇന്ത്യയിൽ നിന്ന് മാത്രം ടെക്സ്റ്റൈൽസ് മേടിച്ചാൽ പോരാ. ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ ടെക്സ്റ്റൈൽസ് വിട്ടില്ല എങ്കിൽ അവർ ആകെ വെള്ളത്തിലാവും. അതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ എക്സ്പോർട്ട് ഓൺലി ദിസ് മച്ച്, ബാക്കിയുള്ളത് നിങ്ങൾ അവിടെ തന്നെ ഉപയോഗിക്കുക. അങ്ങനെ പറഞ്ഞാൽ നോൺ ടാരിഫ് ബാരിയർസ്, തടസ്സങ്ങൾ, ഡിസഗ്രിമെന്റ് ഷുഡ് ബി റിസോൾവ് ത്രൂ കൺസൾട്ടേഷൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടാനല്ല. എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ. ഇപ്പൊ ഇന്ത്യയും ചൈനയും ബോർഡറിൽ അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കുറെ പട്ടാളക്കാരൊക്കെ വന്നിട്ട് ഒരു കാര്യമില്ല. എന്താ ചെയ്യുക? യു കം ടു ദ ടേബിൾ, യു ഹാവ് എ ഡിസ്കഷൻ, ഹാവ് എൻ അമിക്കബിൾ സെറ്റിൽമെന്റ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO ഏതൊക്കെയാണ്? ഇതെല്ലാം നിങ്ങളുടെ ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇംപ്ലിമെന്റ് ന്യൂ ട്രേഡ് സിസ്റ്റം and visualized in the agreement, promote world trade in a matter that benefits എല്ലാ രാജ്യങ്ങൾക്കും ഗുണപ്രദമായിട്ട് രീതിയിൽ വ്യാപാരം നടത്തുക. ഡെവലപ്പിംഗ് കൺട്രീസ് സെക്യൂർ എ ബെറ്റർ ബാലൻസ് ഓഫ് ഷെയറിംഗ് അഡ്വാൻറ്റേജ് റിസൾട്ടിംഗ് ഫ്രം ദ എക്സ്പാൻഷൻ ഓഫ്. അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്കും അതിൻ്റെ അനുകൂലം കിട്ടത്തക്ക രീതിയിൽ കൂടി എന്നാൽ മാത്രമേ ആ രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്യുള്ളൂ. Demolish all trade to open world trading system and actually international economic renaissance, because world trade is effective instrument of faster economy. അപ്പോൾ ഡിമോളിഷ്, അപ്പോൾ വ്യാപാരത്തിന്, അന്താരാഷ്ട്ര വ്യാപാരത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിസ്കഷനിൽ കൂടി മാറ്റിക്കളയുക. കാരണം വേൾഡ് ട്രേഡ് ഈസ് ആൻ ഇഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ് ഫോർ ഫാസ്റ്റർ എക്കണോമി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3-4 ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ റേറ്റ് ഓഫ് ഗ്രോത്ത്, മുസ്ലിം റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് 3 to 4% ആയിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് 1991 ഗ്ലോബലൈസേഷന് ശേഷം. മനസ്സിലായോ?
we have become the fastest developing economy in the world. ചൈനയൊക്കെ മറിതള്ളി നമ്മളിപ്പോൾ 4ാമത്തെ ഏറ്റവും വലിയ ഡെവലപ്ഡ് രാജ്യമായിട്ട് നമ്മൾ വരികയാണ് ഇനി എനിക്കാം. അതെല്ലാം എന്തുകൊണ്ടാണ്? ആഗോളവൽക്കരണം കൊണ്ട്. വ്യാപാരത്തിന് ഇന്ത്യയുടെ ഗേറ്റുകൾ തുറന്നു കൊടുത്തപ്പോൾ ഇന്ത്യയിൽ അതനുസരിച്ചുള്ള പ്രോസ്പെരിറ്റി ഉണ്ടായി. എൻഹാൻസ് കോമ്പറ്റീറ്റീവ്. ഇപ്പോൾ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് അവർക്ക് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കുക. കാരണം കൺസ്യൂമേഴ്സിനും അതുകൊണ്ട് സഹായം കിട്ടും. ആൻഡ് ഹെൽപ്പ് ഇൻ ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ. ദെൻ ഇൻക്രീസ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷനും കുറക്കുക, പിന്നെ കൂട്ടുക, പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. എക്സ്പാൻഡ്. പിന്നെ വേൾഡിന് റിസോഴ്സസ് ഇന്ത്യക്ക് ആവശ്യമാണ്. വിഭവങ്ങൾ വേണമെങ്കിൽ മറ്റു രാജ്യത്തിൽ നിന്ന് നമുക്ക് ഇറക്കുമതി ചെയ്യാം. മറ്റു രാജ്യങ്ങൾക്ക് വിഭവങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്യാം. ദെൻ ഇംപ്രൂവ് ദ ലെവൽ ഓഫ് ലിവിങ് ഓഫ് ദ ഗ്ലോബൽ പോപ്പുലേഷൻ. ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. അൾട്ടിമേറ്റ് ആയിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക. മനസ്സിലായി? ഇതിപ്പോൾ നമ്മുടെ കൈവശമുള്ള നോക്കിയയും അതുപോലത്തെ ഉള്ള പിന്നെ എനിക്കറിയാൻ പോലെ എന്തെല്ലാം ടൈപ്പിലുള്ള മൊബൈൽ ഫോൺസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇവിടെ രാജ്യം പുരോഗമിച്ചത് കൊണ്ട്. 1990 ശേഷം മനസ്സിലായോ, ദർ ആർ നോ ബാരിയേഴ്സ്. എവിടെ വേണമെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിവിടെ തിരിച്ചു വരാം. ഓഫ്കോഴ്സ് ഓരോ രാജ്യം അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് ആളുകൾ ചെല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളും വിസസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ട് വേണം, വിസ വേണം. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ പോകുന്നതിന് വേണ്ടിയിട്ടും ഈ രണ്ട് കാരണം ആവശ്യമില്ല. ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് WTO എന്താണ്? നോൺ ഡിസ്ക്രിമിനേറ്ററി ആൻഡ് റൂൾ ബേസ്ഡ് ട്രേഡിംഗ്. നോൺ ഡിസ്ക്രിമിനേഷൻ മീൻസ് വേർതിരിവില്ലാതെ റൂൾ ബേസ്ഡ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരം നടത്തുക. വേർ ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് റിസീവ് ദ സെയിം ട്രീറ്റ്മെന്റ് ആസ്. ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഗുഡ്സിന്, ഇപ്പോൾ ഇത് ഫോറിൻ ഗുഡ്സ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ഗുഡ്സ് എന്ന് പറയില്ല. ഒരു മൊബൈലിന് നമ്മൾ വില ചോദിക്കുമ്പോൾ ദിസ് ഈസ് ഇറ്റ്, അത് ഫോറിൻ അല്ല. വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഫോറിൻ, ബട്ട് വൺസ് ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ ഗുഡ്. ഇപ്പോൾ പഴയ പോലെ തന്നെ കാരണം അതിനുശേഷം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത കുറേ മൊബൈൽ കമ്പനികളൊക്കെ ഇതൊക്കെ ഇവിടെ പോയി. കാരണം അവർക്ക് മറ്റ് വൻകര രാജ്യങ്ങളിലോട്ട് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ചൈനീസ് ടോയ്സ്, ഇന്ത്യൻ ടോയ്സ് ഒക്കെ അവിടെ പോയി. ഇപ്പോൾ ക്രിസ്മസ് വരികയാണ്, നിങ്ങൾ മാർക്കറ്റിൽ പോയിക്കോ, വിപണിയിൽ പോയിക്കോ, ഏറ്റവും കൂടുതലായിട്ട് സാധനങ്ങൾ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഇറ്റ് വിൽ ബി മെയ്ഡ് ഫ്രം ചൈന. വാട്ട് അബൌട്ട് ദ ഇന്ത്യൻ ടോയ്സ്? കേട്ടിട്ടുണ്ടോ? കാരണം ഇന്ത്യക്കാർക്ക് അവരായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ദെൻ ട്രേഡ് ബാരിയേഴ്സ്, ടാരിഫ് ആൻഡ് നോൺ ടാരിഫ്. ഞാൻ പറഞ്ഞു ടാരിഫ് മീൻസ് നികുതി 10%, 15%, അല്ലെങ്കിൽ നോൺ ടാരിഫ് ബാരിയേഴ്സ്. പണ്ട് 30%. ഒരു കാർ ഇറക്കുമതി ചെയ്യണമെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറിന് എതിരായിട്ട് കേസ് ഉണ്ടായി. ഒരു കാർ ഫെറാറിയോ എന്തോ ഒരു കാർ ഇറക്കുമതി ചെയ്ത് ടാക്സ് കൊടുത്തില്ല. അന്ന് 30% ടാക്സ്. ചിലർക്ക് 50% ടാക്സ്. അതാണ് ഇറക്കുമതി പരമാവധി നിരുത്സാഹപ്പെടുത്തുക. അതാണ് ലക്ഷ്യം. അപ്പോൾ 100 രൂപ വിലയുള്ള ഒരു സാധനം നമ്മൾ ഇവിടെ വരുമ്പോൾ 180 കൊടുക്കണം. 50% ടാക്സുമാണ്. ടാക്സ് വെട്ടിച്ചൊക്കെ കൊണ്ടുവരേണ്ട ഒരു ട്രേഡ് ബാരിയേഴ്സ് ഷുഡ് ബി ഡിസ്മാൻഡിൽഡ് ഇൻ ദ ഇന്റർനാഷണൽ ട്രേഡ്. ദെൻ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഷുഡ് റിസീവ് പ്രഫറൻഷ്യൽ പിന്നെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് കൂടുതലായിട്ട് മുൻഗണന കൊടുക്കണം. അവർക്ക് മുൻഗണന. സ്ട്രക്ചർ ഓഫ് WTO ഇതെല്ലാം ലെവൽ 1 മിനിസ്റ്റീരിയൽ കോൺഫറൻസ്, ലെവൽ 2 ജനറൽ കൗൺസിൽ, ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചെടുക്കാം. ഓക്കെ. റിവ്യൂ ബോഡി. ദെൻ ലെവൽ 3 ദർ ആർ 3 കൗൺസിൽസ്, ഗുഡ്സ് ആൻഡ് കൗൺസിൽ. ഇതെല്ലാം ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദർ ആർ 3 കമ്മിറ്റീസ് ഫോർ ദ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചെടുക്കാനാണ് പാടില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ടേബിൾ 4 കാരണം 5 മിനിറ്റ് കൂടെ ഉള്ളു. ദർ ആർ സം കമ്മിറ്റീസ് and working groups which work on specialized subjects and report to the higher level of council. Okay, ഇതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഉണ്ട്. ആദ്യമായിട്ട് അവർ എല്ലാ 2 വർഷവും അവർ മാൻഡേറ്ററി ആയിട്ട് മീറ്റ് ചെയ്യണം. ഇവരെന്തെല്ലാം കാണിക്കുന്നത്? ട്രേഡ് പോളിസി റിവ്യൂ ബോഡി ഉണ്ട് അതിനകത്ത്, അതുപോലെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി ഉണ്ട്, ജനറൽ കൗൺസിൽ ഉണ്ട്. അപ്പോൾ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് കഴിഞ്ഞിട്ട് എൻ്റെ താഴെ തന്നെ ജനറൽ കൗൺസിലാണ്. ജനറൽ കൗൺസിലിൽ 2 ഭാഗമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. വഴക്കുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം, അല്ലാതെ ബോംബിടാനല്ല ആദ്യമായിട്ട് പോകേണ്ടത്. ട്രേഡ് പോളിസി റിവ്യൂ ബോഡി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ നയങ്ങൾ അവർ റിവ്യൂ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബോഡിയുണ്ട്. ഇനി ജനറൽ കൗൺസിലിൽ 5 കമ്മിറ്റികളുണ്ട്. ഈ 5 കമ്മിറ്റികളാണ് കമ്മിറ്റീസ്, വർക്കിംഗ് ഗ്രൂപ്പ്സ്, കൗൺസിൽ ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ്, കൗൺസിൽ ഫോർ ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ
properties, trade-related intellectual properties. Then Council for Trade in Services, Council for Trade-related intellectual measures, trade-related intellectual measures, then trade negotiations and committees. ഇതാണ് നമ്മുടെ WTO സ്ട്രക്ചർ. പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത് കാണിച്ചാൽ പിന്നെ മറ്റതൊന്നും ആരും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സാധ്യതയില്ല. ദാറ്റ് മീൻസ് യു നോ ദ സബ്ജക്റ്റ്. പിന്നെ ട്രേഡ് അഗ്രിമെന്റ്സ്, ഗാഡ്സ്. ആദ്യത്തേത് ട്രേഡ് അഗ്രിമെന്റ്സ്. The agreement covers all internationally traded services such as tourism, professional services. The agreement defines 4 modes of trading. One, cross-border supply. രണ്ടാമത് ഇന്റർനാഷണൽ ഫോൺ കോൾസ്, ബാങ്കിങ്, ഇമെയിൽ, മെയിൽ, ഇതെല്ലാമാണ് അത് നോക്കുന്നത്. രണ്ടാമത് കൺസംഷൻ അബ്രോഡ്, എക്സാമ്പിൾ ടൂറിസം, മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇഷ്ടംപോലെ ആളുകൾ വിദേശത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ്, ബിക്കോസ് ഇന്ത്യ ഈസ് നോൺ ഫോർ എ ചീപ്പ് മെഡിക്കൽ സർവീസസ്. ദെൻ കമേഴ്ഷ്യൽ പ്രസൻസ്, ഫോറിൻ ബാങ്കുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യൻ ബാങ്കുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. പ്രസൻസ് ഓഫ് എ നാച്ചുറൽ പേഴ്സൺ, ഇറ്റ് ഇൻവോൾവ്സ് ദ admission of foreign individuals to another country to provide services. ഇപ്പോൾ ഡോക്ടേഴ്സിനോ എഞ്ചിനീയേഴ്സിനോ വേണമെങ്കിൽ വിദേശത്ത് പോകാം, അവർക്ക് അവരുടെ സേവനങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ കൊടുക്കുകയും ചെയ്യാം. ദെൻ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാട്ട്, മോസ്റ്റ് ഫേവേർഡ് നേഷൻസ്. മനസ്സിലായോ? ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾക്ക് ഡെവലപ്പിംഗ് ആയത് കാരണം ദേ ഷുഡ് ബി ഗിവൺ എ മോസ്റ്റ്, ഒരു പ്രത്യേക ഒരു പരിഗണന അവർക്ക് കൊടുക്കണം. ഇഫ് എ കൺട്രി ഈസ് ഗിവൺ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുമ്പോൾ തിരിച്ചും അവർക്ക് ആ പരിഗണന കൊടുക്കണം. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ട്രാൻസ്പെറൻസി, സുതാര്യത വേണം. ദെൻ മാർക്കറ്റ് ആക്സസ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ ഒബ്ലിഗേഷൻ ബട്ട് കമ്മിറ്റ്മെന്റ് മെയ്ഡ് ബൈ ദ കൺട്രി ടു ഓപ്പൺ മാർക്കറ്റ്. ഓക്കെ. ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ മെഷേഴ്സ്, ട്രിംസ്. മനസ്സിലായോ? ഇറ്റ് ഈസ് ടു അപ്ലൈ ടു ദ ഡൊമസ്റ്റിക് റെഗുലേഷൻസ് ഓഫ് എ കൺട്രി, applies to foreign investors, offered as part of industrial policy. അപ്പോൾ they are rules apply to domestic. അപ്പോൾ ഇന്ത്യയിലുള്ള റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ അത് വിദേശ രാജ്യങ്ങളുടെ സ്ഥാപനങ്ങളെ അത് ബാധിക്കാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. Then policies such as local content requirements, trade balancing rules have traditionally been used to promote the interest of country. You see, മാരുതി സുസുക്കി ഉണ്ട്, മനസ്സിലായോ? ഹീറോ ഹോണ്ട ഉണ്ടായി. ഇതെല്ലാം അവർ വേർതിരിഞ്ഞ്, ദേവർ ലൈക്ക് ജസ്റ്റ് ബ്രദേഴ്സ്, അവരൊക്കെ വേർതിരിഞ്ഞ് ഇപ്പൊ ഹീറോ ഉണ്ട്, ഹോണ്ട ഉണ്ട്, മാരുതി ഉണ്ട്, സുസുക്കി ഉണ്ട്. അപ്പൊ ആദ്യം കംപ്ലീറ്റ് പിന്നെ സുസുക്കിയുടെ സാധനങ്ങളായിരുന്നു മാരുതിക്ക് ഉപയോഗിച്ചത്. ഇപ്പൊ അവരെല്ലാം മാറി. അപ്പൊ ഇത്ര കണ്ടന്റ് ഇപ്പം വിദേശ രാജ്യങ്ങളുമായിട്ട് ഒരു കൊളാബറേഷനിൽ വരുമ്പോൾ ഇത്ര കണ്ടന്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കണ്ടന്റ് ആയിരിക്കണം, ബാക്കി ഡൊമസ്റ്റിക് ആയിരിക്കണം. തൊഴിലാളികൾ ഇത്ര ഡൊമസ്റ്റിക് ആയിരിക്കണം, രാജ്യത്തിന് വേണം, മറ്റ് വിദേശരായിട്ടുള്ള ആളുകളിൽ അങ്ങനെ കൊടുക്കാം. ഇതിനുള്ള എഗ്രിമെന്റിന് നമ്മൾ പറയുന്നത് ലോക്കൽ കണ്ടന്റ് റിക്വയർമെന്റ്സ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ട്രിംസ്, ഇതെല്ലാം നിങ്ങളുടെ ബുക്കിൽ അതുപോലെ കിടക്കുന്നത്. അബോളിഷൻ ഓഫ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ, പിന്നെ നോ റെസ്ട്രിക്ഷൻസ് ഓൺ എനി ഏരിയ ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം അതിനകത്ത് കിടക്കുന്നത്. ട്രേഡ് ഇൻ അഗ്രികൾച്ചറെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായോ? ഇറ്റ് വാസ് നെഗോഷിയേറ്റഡ് ഡ്യൂറിംഗ് ദ ഉറുഗ്വേ റൗണ്ട് ഓഫ് ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് ആൻഡ് entered into force in January 1st, 1991. It has 3 pillars. ഏതൊക്കെയാണ്? ഡൊമസ്റ്റിക് സപ്പോർട്ട്, അത് വേണം. അതിന് 3 ബോക്സ് ഉണ്ട്. ഒന്ന് ഗ്രീൻ ബോക്സ്, രണ്ടാമത്തേത് ആംബർ ബോക്സ്, മൂന്നാമത്തേത് ബ്ലൂ ബോക്സ്. ദെൻ export subsidies, market access and tariff fixation blind there. മനസ്സിലായോ? 8 ക്ലാസ്സസ് ഉണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ നിങ്ങൾക്ക്. ഐ ഹോപ്പ് യു ഹാവ് ബെനിഫിറ്റഡ് ഫ്രം മൈ ക്ലാസ്. മനസ്സിലായോ? ഞാനത് പിന്നെ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സമ്മതിച്ചതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ് ആൻഡ് ഓൾസോ വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ, dear learners. Very good. I'm very happy to share my knowledge with you all learners. Thank you very much.